ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിൽ ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുന്നു. ആശങ്കയറിയിച്ച് ഇന്ത്യ ഉൾപ്പെടെ ലോകരാഷ്ട്രങ്ങൾ. 350 ആഭ്യന്തര വിമാന സർവീസുകൾ റദ്ദാക്കി. വിമർശനാത്മക ചിന്തയും സഹാനുഭൂതിയും വളർത്താൻ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും നാളെ ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരായ 178 കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീടുകൾ കൈമാറി. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിൽ ഇറാൻ നഗരങ്ങളിൽ പ്രതിഷേധം ശക്തമായി. ഇടക്കാല പരമോന്നത നേതാവായി ആയത്തുള്ള അലി റസ അറാഫിയെ നിയമിച്ചു. സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യൻ എംബസികൾ പൌരന്മാർക്കായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംഭവ വികാസങ്ങളിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച ഇന്ത്യ രാജ്യങ്ങൾ സംയമനം പാലിക്കണമെന്നും സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും അഭ്യർത്ഥിച്ചു. സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്നും വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു. ലബനനിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് വിദേശകാര്യ മന്ത്രാലയം. ലബനനിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ എംബസിയുടെ +961686012 നമ്പറിലോ cons.beirut@mea.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിമാന കമ്പനികളുടെ 350 വിമാന സർവീസുകൾ റദ്ദാക്കിയതായി വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. വിമാനങ്ങളുടെ തൽസ്ഥിതി വിമാന കമ്പനികളുടെ വെബ്സൈറ്റിൽ പരിശോധിക്കാനാകും. സംഘർഷ സാഹചര്യത്തിൽ പ്രവാസി മലയാളികൾക്ക് വേണ്ടി അടിയന്തര ഇടപെടൽ അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. പ്രവാസികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും സുരക്ഷിതമായി നാട്ടിലെത്തിക്കുന്നതിനുമുള്ള അടിയന്തര മുന്നൊരുക്കങ്ങൾ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നോർക്ക റൂട്ട്സിന്റെ ഹെൽപ്പ് ഡെസ്കും പ്രവർത്തനം ആരംഭിച്ചു. സഹായം ആവശ്യമുള്ളവർക്ക് +9188020120345 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇന്ത്യയിൽ നിന്നും 1800-425-3939 എന്ന ടോൾ ഫ്രീ നമ്പറിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഡൽഹി കേരള ഹൌസിലും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിൽ നാളെ നടക്കാനിരുന്ന 10-12 ക്ലാസുകളിലെ പരീക്ഷകൾ മാറ്റിവെക്കുമെന്ന് CBSE. മേഖലയിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനം. പുതിയ തീയതികൾ പിന്നീട് പ്രഖ്യാപിക്കും. വിമർശനാത്മക ചിന്തയും സഹാനുഭൂതിയും സമഗ്രതയും വളർത്താൻ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കൊല്ലം പത്തനാപുരം സെന്റ് സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ മധുരയിൽ 4400 കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. കുംഭകോണം, ഏർക്കാട്, വെല്ലൂർ എന്നിവിടങ്ങളിൽ ആകാശവാണിയുടെ പുതിയ FM റിലേ ട്രാൻസ്മിറ്ററുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. New FM relay transmitters in Kumbhakonam, Yerkad and Vellore. These radio stations will be dedicated to your service from today. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും നാളെ ന്യൂഡൽഹിയിൽ പ്രതിനിധിതല ചർച്ച നടത്തും. ഇന്ത്യ കാനഡ തന്ത്രപരമായ പങ്കാളിത്തത്തിൽ കൈവരിച്ച പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്യും. വയനാട് ദുരന്തബാധിതർക്കായി സർക്കാർ നടപ്പിലാക്കിയ ടൌൺഷിപ്പ് ലോക മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള ടൌൺഷിപ്പിന്റെ ആദ്യഘട്ടം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 178 കുടുംബങ്ങൾക്ക് വീടുകൾ കൈമാറി. കർഷകരുടെ ക്ഷേമം മുൻനിർത്തി പുതിയ വിത്ത് നിയമം, കീടനാശിനി നിയമം എന്നിവ നടപ്പിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കർഷകർക്ക് ആവശ്യമായ വിവരങ്ങൾ എല്ലാം ഒരു കുട കീഴിൽ ലഭ്യമാക്കുന്ന നിർമ്മിത ബുദ്ധി സംവിധാനം വികസിപ്പിച്ചതായും അദ്ദേഹം അറിയിച്ചു. സാങ്കേതിക വിദ്യ, ശക്തമായ നിയമങ്ങൾ എന്നിവയിലൂടെ കർഷകരെ സർക്കാർ ശാക്തീകരിക്കുകയാണെന്നും ശ്രീ ചൌഹാൻ വ്യക്തമാക്കി. एक भारत विस्तार करके AI हमने प्लेटफॉर्म बनाया है जिसमें किसान को एक जगह सारी जानकारी मिल जाए. वो फोन करे और फोन पर ही दूसरी तरफ से आवाज आए और उसको सारी जानकारी, बीज के बारे में, खाद के बारे में, फसल में रोग लग गया तो उसके बारे में, मौसम की जानकारी, योजनाओं की जानकारी, उसको लाभ मिलेगा कि नहीं मिलेगा उसकी जानकारी. तो वो भी एक बड़ा रिफॉर्म होगा.
രാജ്യത്ത് കഴിഞ്ഞ മാസത്തെ GST വരുമാനം 8.1% ഉയർന്ന് 1,83,000 കോടി രൂപയിലെത്തി. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലെ GST വരുമാനം 1,69,000 കോടി രൂപയായിരുന്നു. കേന്ദ്ര GST വരുമാന ഇനത്തിൽ 37,473 കോടി രൂപയും സംസ്ഥാന GSTയിൽ നിന്ന് 45,900 കോടി രൂപയുമാണ് ലഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേര് ചേർക്കാൻ അവസരമുള്ളത്. സംസ്ഥാന കൃഷി വകുപ്പ് ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന കേരള കാലാവസ്ഥ അതിജീവന കാർഷിക മൂല്യവർദ്ധക വിപണന ശൃംഖല നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ. ചേർത്തലയിൽ കൃഷിമന്ത്രി P. പ്രസാദ് തുടക്കം കുറിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. കാലാവസ്ഥാനുസൃതമായ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അനുബന്ധ കാർഷിക മേഖല നവീകരിക്കാനും സംസ്ഥാന കൃഷി വകുപ്പ് ലോകബാങ്കിന്റെ സഹായത്തോടെ 2,365 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് തുടങ്ങുന്നത്. കേരള കാർഷിക വികസന ഡയറക്ടറേറ്റ്, കേരള വ്യവസായ വാണിജ്യ വികസന വകുപ്പ്, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ്, കേരള കാർഷിക സർവകലാശാല, കേരള ജലവിഭവ വകുപ്പ്, കിൻഫ്ര, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നിവയുടെ പങ്കാളിത്തത്തോടെയാണ് ഈ പുതിയ പദ്ധതി നടപ്പാക്കുന്നത്. 5 വർഷക്കാലം കൊണ്ട് 4 ലക്ഷത്തോളം കർഷകർക്ക് നേരിട്ടും 10 ലക്ഷത്തോളം കർഷകർക്ക് പരോക്ഷമായും ഈ പദ്ധതി പ്രകാരം ഗുണം ലഭിക്കും. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തിരുവനന്തപുരം. മുന്നൊരുക്കങ്ങൾ മന്ത്രി വി. ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. നഗരപരിധിയിലെ 28 സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ഡ്യൂട്ടിക്കെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്കൂളുകളിൽ താമസ സൗകര്യം ഒരുക്കുന്നതിനായാണ് അവധി. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 24 മണിക്കൂറും നിരീക്ഷണ ക്യാമറ പ്രവർത്തിക്കുന്നുണ്ട്. നിലവിലുള്ള 900 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ നാളെയും മറ്റന്നാളും 4,500 പോലീസുകാർ കൂടി പ്രത്യേക സുരക്ഷയ്ക്കായി എത്തും. നാളെ പുലർച്ചെ 1 മണി മുതൽ പൊങ്കാല ചടങ്ങുകൾ അവസാനിക്കും വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. പൊങ്കാലയോടനുബന്ധിച്ച് ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന് ക്രമീകരണങ്ങൾ സജ്ജമാക്കിയതായി മന്ത്രി വീണ ജോർജ്. പൊങ്കാല ദിവസം 10 പോയിന്റുകളിൽ മെഡിക്കൽ ടീമും ആംബുലൻസുകളും സജ്ജമാക്കി. സ്വകാര്യ ആശുപത്രികളുടെ സഹകരണവും ഉറപ്പാക്കിയിട്ടുണ്ട്. അന്തരീക്ഷ താപനില കൂടുന്നതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. അൺറിസർവ്ഡ് ടിക്കറ്റിംഗ് സിസ്റ്റം UTS മൊബൈൽ ആപ്പിന്റെ സേവനങ്ങൾ ഇന്നു മുതൽ നിർത്തലാക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം. റെയിൽ 1 ആപ്പിൽ സേവനങ്ങൾ തുടരുമെന്ന് മന്ത്രാലയം അറിയിച്ചു. UTS മൊബൈൽ ആപ്പുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന അതേ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് യാത്രക്കാർക്ക് റെയിൽ 1 ആപ്പിൽ രജിസ്റ്റർ ചെയ്യാം. നാഗ്പൂരിലെ റൌൾഗാവിൽ വ്യാവസായിക കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 17 മരണം, നിരവധി പേർക്ക് പരിക്ക്. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പാൽ ഉൽപാദനത്തിൽ ആഗോളതലത്തിൽ 1ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. ലോകത്തെ മൊത്തം പാൽ ഉൽപാദനത്തിൽ 25% ഇന്ത്യയാണ് സംഭാവന ചെയ്യുന്നത്. കഴിഞ്ഞ ദശകത്തിൽ ക്ഷീരമേഖല 6% സംയുക്ത വാർഷിക വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഉത്തർപ്രദേശിനെ മറികടന്ന രാജ്യത്തെ ഏറ്റവും വലിയ പഞ്ചസാര ഉൽപാദക സംസ്ഥാനമായി മഹാരാഷ്ട്ര മാറുമെന്ന സൂചന. ഇന്ത്യൻ പഞ്ചസാര ജൈവോർജ്ജ ഉൽപാദക സംഘടന പുറത്തിറക്കിയ കണക്ക് പ്രകാരം നടപ്പ് കാലയളവിൽ മഹാരാഷ്ട്ര 11.8 ദശലക്ഷം ടൺ പഞ്ചസാരയും ഉത്തർപ്രദേശ് 9.85 ദശലക്ഷം ടൺ പഞ്ചസാരയും ഉൽപ്പാദിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8 പോരാട്ടത്തിൽ ടോസ് നേടിയ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ ബാറ്റിംഗിന് അയച്ചു. കൊൽക്കത്തയിലാണ് മത്സരം. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് 19ാം ഓവറിൽ 4 വിക്കറ്റിന് 181 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക സിംബാബ്വെയെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യയിൽ ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുന്നു. ആശങ്കയറിയിച്ച് ഇന്ത്യ ഉൾപ്പെടെ ലോകരാഷ്ട്രങ്ങൾ. 350 ആഭ്യന്തര വിമാന സർവീസുകൾ റദ്ദാക്കി. വിമർശനാത്മക ചിന്തയും സഹാനുഭൂതിയും വളർത്താൻ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും നാളെ ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരായ 178 കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീടുകൾ കൈമാറി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.